അടയാളപ്പെടുത്തലുകൾ ഒന്നുപോലും പാഴാവാതെ അർത്ഥവത്തായി മാറുക എന്നത് ഏറെ ശ്രമകരമാണ്. ജനിച്ചു പോയതിനാൽ ജീവിച്ചു തീർക്കുക എന്നതിനപ്പുറത്ത് ജീവിക്കുന്ന കാലത്ത് സ്വന്തം ഇടത്തിലുള്ളവരെ കൂടി അതിന് പ്രേരിപ്പിക്കുക എന്നത് ജീവിതചര്യയായി പുലർത്തുന്നവർ ഏറെയൊന്നുമില്ലാത്ത, സമാനതകൾ ഇല്ലാതെ മാതൃകകൾ കേട്ടുകേൾവി മാത്രമായ ഒരു കാലത്ത് പണയപ്പെട്ട സ്വാതന്ത്ര്യവും പേറി ഒരു രാജ്യം ജീവിക്കുമ്പോൾ ദേശീയ പ്രക്ഷോഭങ്ങളിലെ മുന്നണി പോരാളിയായ മഹാത്മജിയുടെ സ്വയം പ്രഖ്യാപിച്ച ശിഷ്യനായി ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ സേവന പ്രവർത്തനങ്ങളിൽ ഏകലവ്യനായി ഒരാൾ. പരുക്കൻ ഗദർ ഷർട്ടുമിട്ട് വെളുത്തുമെലിഞ്ഞു പുഞ്ചിരിയോടെ തന്റെ സന്തത സഹചാരിയായ സൈക്കിളിൽ ഗ്രാമവീഥിയിലൂടെ ലക്ഷ്യബോധമുള്ള യാത്രികനായിരുന്നു കുര്യൻ ചേട്ടൻ. ആ യാത്ര അനാഥമായേക്കാവുന്ന ഒരു മനുഷ്യജീവിക്കു താങ്ങായോ കരുത്തായോ സാന്ത്വനമായോ തലവര മാറ്റി എഴുതുവാനാകും. ചരിത്രശേഷിപ്പുകൾ ഒരാളും ഉണ്ടാക്കി വയ്ക്കുന്നതല്ല, മറിച്ച് മറ്റുള്ളവർ ഓർത്തും പേർത്തും കണ്ടെടുത്തോർമ്മിച്ചും മനസ്സിൽ നിന്ന് മനസ്സിലേക്കും ഹൃദയത്തിലേക്കും പകർന്നു രചിക്കപ്പെടുന്ന ഒന്നല്ലോ. പക്ഷെ കുര്യൻ ചേട്ടനെ പ്രേരിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ഒരു അഭിനിവേശമാണ്. ജീവിക്കുകയും ജീവിക്കുവാൻ പഠിപ്പിക്കുകയും സ്വന്തം കർമ്മപഥത്തിലൂടെ ശിരസ്സുയർത്തി ഒരു ആൽമരം പോൽ തണൽ നൽകി ജീവവായു നൽകി പടർന്ന ഒറ്റമരം. കൂട്ടുകാരാ, അത് നിങ്ങൾക്കറിയാമല്ലോ, ഈ മനുഷ്യൻ പലതരത്തിലാണ്. ചില ആളുകൾ അവൻ്റെ ആസ്വാദനം കണ്ടെത്തുന്ന, അവൻ്റെ സന്തോഷം കണ്ടെത്തുന്നത് കള്ളുകുടിച്ചാണ്, അതല്ലെങ്കിൽ മറ്റെങ്കിലും സ്പോർട്സിലൊക്കെ നിന്നുകൊണ്ടാണ്. ഞാൻ ആസ്വാദനം കണ്ടെത്തുന്നത് ഇതിനകത്താണ്, ഈ സാമൂഹ്യ സമുദായ സേവനത്തിനാണ്. ആ മരത്തണലിന്, ശുദ്ധവായുവിനു സമാനതകൾ ഇല്ലാത്ത ജീവിതത്തിന്, ജീവിതാനന്തരം ഉള്ള തിരിച്ചറിവിന്, അങ്ങനെ ഉന്നതമായ ജീവിത വീക്ഷണത്തിന് ഒരു പേരെ ഇവിടെ അടയാള സാക്ഷ്യപ്പെടുത്തലിനു വയ്ക്കുവാനുള്ളൂ. കർമ്മയോഗിയായി, ദീപപ്രഭാവമായി, നമുക്കിന്നും അനുപമിതമായ നാമം സർവോദയം കുര്യൻ. സർവോദയം കുര്യൻ നാട്ടുകാരിട്ട പേരാണ്. ഞാൻ ജനങ്ങളെ സ്നേഹിക്കുന്നു, ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അവർ ആ പേര് എനിക്ക് തന്നാണ് സർവോദയം കുര്യൻ. ജയപ്രകാശ് നാരായണനാണല്ലോ സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ആൾ. പക്ഷെ സർവോദയ പ്രസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധമില്ല. ഞാൻ ഒരു സംഘടനയിലോ ഒരു പ്രസ്ഥാനത്തിലോ ഒന്നും, ലോകത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിലും എനിക്ക് പങ്കില്ല. എന്നാൽ പുള്ളി സർവോദയം എന്ന് പറഞ്ഞുള്ള പേര് സ്വയം സ്വീകരിക്കുകയും അത് എല്ലാവരോടും പ്രാവർത്തികമാക്കുന്ന ഘട്ടത്തിലാണ്. അല്ലാണ്ട് ആ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് പുള്ളി പെരുമാറിയിരുന്നത്. അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആതുര സേവന മേഖലയിലും ആരോഗ്യരംഗത്തും ഒക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. വൈപ്പിങ്കരയെ സംബന്ധിച്ചിടത്തോളം ഒരു മദർ തെരേസയോ ബാബ ആംതയോ മഹാത്മാഗാന്ധിയോ ഫാദർ ഡാമിയനോ ഒക്കെ ആയിരുന്നു സർവോദയം കുര്യൻ ചേട്ടൻ. അറബിക്കടലിന്റെ തീരത്ത് കൊടുങ്ങല്ലൂർ അഴിമുഖത്തിനും കൊച്ചിക്കുമിടയിൽ
തെക്കുവടക്കായി 24 കിലോമീറ്റർ നീളത്തിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന ദ്വീപാണ് വൈപ്പിൻ. ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ദ്വീപാണിത്. AD 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ ഫലമായാണ് വൈപ്പിൻ രൂപപ്പെട്ടതെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഇതിൻ്റെ ചില ഭാഗത്ത് ഏറ്റവും വീതിയുള്ള ഭാഗത്ത് 4 കിലോമീറ്റർ വീതി, ചില ഭാഗത്ത് 100 മീറ്റർ വരെയൊക്കെ വീതിയുള്ള സ്ഥലങ്ങളുണ്ട്. അത് 1371 പെരിയാറിലുണ്ടായ ഒരു പ്രളയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ അത് ചില ചരിത്രകാരന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മറ്റൊരു സുനാമി ആയിരുന്നോ എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട്. കാരണം തമിഴ്നാട്ടിലെ ആ സമയത്തുണ്ടായിരുന്ന ചില ശില്പങ്ങൾ, കടൽ തീരത്തുള്ള ചില ശില്പങ്ങൾ അന്ന് പൂർത്തിയാകാൻ കഴിയാതെ പോയതിനെക്കുറിച്ചുള്ള കാര്യം ഒരുപക്ഷെ അന്ന് ഇതുപോലൊരു സുനാമി ഉണ്ടായിരുന്നതാണോ എന്ന് സംശയിക്കുന്ന ആളുകളുണ്ട്. ചർച്ചിൻ്റെ പടിഞ്ഞാറേ ഭാഗം കടലായതുകൊണ്ട് കൂടുതൽ ആളുകൾ താമസമില്ലാത്തതുകൊണ്ട് അവിടെ അങ്ങാടി ഉണ്ടായില്ല. എന്നാൽ വടക്കുവശം താമസിക്കുന്ന ആളുകൾ വടക്കേ അങ്ങാടി എന്നും ഈ കിഴക്കുവശത്ത് താമസിക്കുന്നവരെ കിഴക്കേ അങ്ങാടി എന്നും തെക്കുവശത്ത് താമസിക്കുന്നവരെ തെക്കേ അങ്ങാടി എന്നും വിളിച്ചിരുന്നു. ഇവർ മിക്കവാറും എല്ലാം തൃശ്ശൂർ ഭാഗത്തു നിന്നുള്ളവരാണ്. തൃശ്ശൂർ ഭാഗത്തുനിന്ന് കൈവീശി വന്നവരല്ല, അവർ പണമായി വന്ന് ഇവിടെ ഭൂമികൾ വാങ്ങിച്ച് തെങ്ങ് കൃഷി നടത്തി. അങ്ങനെ ഒരു പ്രദേശം അവഗണനയുടെ എല്ലാ അരുതായികകളും അനുഭവിച്ചു പോന്ന ഒരു കാലഘട്ടത്തിലാണ് സർവോദയം കുര്യൻ ചേട്ടൻ ഈ മേഖലയിൽ കർമ്മനിരതനാകുന്നത്. അതായത് ഒരു സർക്കാരോ സർക്കാരിൻ്റെ ഏജൻസികളോ അതല്ലെങ്കിൽ ക്രൈസ്തവ സഭകളോ അതുപോലെയുള്ള ഏജൻസികളോ ഒക്കെ ഏറ്റെടുത്ത് നടത്തേണ്ടിയിരുന്ന കാര്യങ്ങൾ ഒരു ഒറ്റയാൾ പട്ടാളമായിട്ട് സ്വയം അഭിഷിക്തനായ ഒരു വ്യക്തിയെപ്പോലെ ഒരു സെൽഫ് അനോയിൻറ്റഡ് മിഷൻ അങ്ങനെ ഏറ്റെടുത്ത് നടത്തിപ്പോന്ന ഒരാൾ. പഴയ കൊച്ചി ആസ്ഥാനമായിരുന്ന തുറമുഖ പട്ടണം കൂടിയായ ഞാറക്കൽ, അവിടെ പാറക്കൽ ചെറിയാന്റെയും നായരമ്പലം ഇടശ്ശേരി വീട്ടിൽ ഏലീശുവായുടെയും 7 മക്കളിൽ രണ്ടാമനായി 1919 നവംബർ 16 കുര്യൻ ജനിച്ചത്. ഞാറക്കൽ ദേശം പ്രതാപം നിറഞ്ഞ ഒരിടമാണെങ്കിലും ഈ കുടുംബം നിറമുള്ള സ്വപ്ന സമാന ചുറ്റുപാടിലല്ല കഴിഞ്ഞു പോന്നത്. കഷ്ടപ്പാടിന്റെ നടുവിലെ ബാല്യമായിരുന്നു കുര്യന്റേത്. ഈ വല്ലായ്മയും ഇല്ലായ്മയുടെ തീഷ്ണതയുമാകാം ജീവിതത്തെ സ്നേഹാർദ്രമായ ഒരു പുതിയ വീക്ഷണകോണിലൂടെ നോക്കിക്കാണുവാൻ അദ്ദേഹത്തെ പരുവപ്പെടുത്തിയത്. ആ കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ ഇതെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയെ പരുവപ്പെടുത്തി. ആ കാലഘട്ടത്തിൻ്റെ സവിശേഷത എന്ന് പറയുമ്പോൾ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഇല്ലായ്മകളുടെ കാലഘട്ടമാണ് കുര്യൻ ചേട്ടൻ്റെ യുവത്വത്തിൻ്റെ കാലഘട്ടം. യാഥാസ്ഥിതികരും ഉന്നത സ്ഥാനീയരുമായ ഞാറക്കൽ അങ്ങാടിയുടെ ഓർത്തഡോക്സ് മനോഭാവത്തിൽ നിന്ന് പരസേവനത്തിന്റെ വ്യതിരിക്തതയാർന്ന സഞ്ചാരപഥം തീർത്തു ഈ മനീഷി. അമ്മാവൻ വിട്ടൊടിഞ്ഞ മെഡിക്കൽ ഷോപ്പ് സ്വന്തമായതോടെ ജീവിതത്തിന്റെ ഗതി ഒന്നുകൂടി നിർണയിക്കുകയായിരുന്നു. ഞാൻ കാണുന്ന സമയത്ത് അന്ന് ഞാറക്കൽ ഹൈസ്കൂളിൻ്റെ മുമ്പിൽ പുള്ളിയുടെ ഒരു ഡിസ്പെൻസറി ഉണ്ട്. 5ലും 6ലും ഒക്കെ പഠിക്കുന്നു. ആ ടൈമിന് എന്തെങ്കിലുമൊക്കെ ഓടി വീഴേ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുര്യൻ ചേട്ടൻ്റെ അടുത്ത് സർക്കാർ ആശുപത്രി പോലെയാണ് ഞങ്ങളുടെ ഇത്. ഉടനെ ആളെയും കൊണ്ട് ചെന്നാലും അതിന് വേണ്ട മരുന്ന് കൊടുത്ത് വെച്ചും വിട്ടുവെന്നും പറഞ്ഞ് പുറത്തൊരു തട്ടും തട്ടി ഞങ്ങൾ പറഞ്ഞേക്കും. പാർശ്വവൽകൃത ജനതയ്ക്കും ജീവലോകത്തിനും ഏതു നേരത്തും ആശ്രയിക്കാവുന്ന ഒരിടമായി ആ സ്ഥാപനവും അതിലെ നന്മ മനസ്സും സജ്ജമാവുകയായിരുന്നു.
ആതുര സേവനത്തിൻ്റെയും ദീനാനുകമ്പയുടെയും വേറിട്ടൊരധ്യായം വിരചിച്ച മഹാമനുഷ്യൻ. ഞാൻ ഞാറക്കൽ ഗവൺമെൻറ് സ്കൂളിൽ SLC പഠിക്കുമ്പോൾ കുര്യൻചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നാളെ നിങ്ങൾ വിദ്യാർത്ഥികളെല്ലാവരും 8 മണിയാകുമ്പോൾ ഗവൺമെൻറ് സ്കൂളിൽ വരണം. നാളെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. കുര്യൻചേട്ടൻ്റെ നേതൃത്വത്തിലാണ് സേവനവാരം. കുട്ടികളെല്ലാവരും മമ്മട്ടിയും മറ്റു കാര്യങ്ങളുമായിട്ട് വന്ന് വഴിയരികിലെ പുല്ലെല്ലാം ചെത്തി കുര്യൻചേട്ടൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കക്കൂസ് അടക്കം ക്ലീൻ ചെയ്യുന്ന ആ സംഭവങ്ങൾ. ഞാറക്ക ആശുപത്രി തന്നെയല്ല, അയ്യമ്പള്ളിയിലും പള്ളിപ്പുറത്തും മാലിപ്പുറത്തും എല്ലാ ആസ്പത്രികളും വിസിറ്റ് ചെയ്യാൻ ആ ഏരിയയിലുള്ളവരൊക്കെ അതാത് ആശുപത്രിയായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുൻപാണ്. എൻ്റെ പ്രായത്തിലുള്ളവർ ഇപ്പോൾ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ ആയിരിക്കും, പക്ഷെ ഞാനിപ്പോൾ കാണ കഴുകാൻ പോകുന്നു. മാതൃശിശു സംരക്ഷണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ ഈ സമീപകാലത്തുണ്ടായതാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ 5 or 6 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ഒരു ഊന്നൽ കുര്യൻചേട്ടൻ തൻ്റെ സമീപനങ്ങളിൽ പ്രവർത്തനങ്ങളിലെല്ലാം കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ഒരു മൂർത്ത രൂപമാണ് ഞാറക്കൽ ആശുപത്രിയിൽ ഉണ്ടാക്കിയിട്ടുള്ള വാർഡിൽ ഒരെണ്ണം അതിനുവേണ്ടിയാണ്. പരിമിത സൗകര്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഞാറക്കൽ സർക്കാർ ആശുപത്രിക്ക് സ്വന്തമായി 1960 സ്ത്രീകളുടെ വാർഡ്. രണ്ടാമത്, ഞാൻ നേരത്തെ വൈപ്പിങ്കരുടെ പരാധീനതകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പരാധീനത എന്ന് പറയുന്നത് ഇവിടെ വ്യാപകമായിരുന്നു ക്ഷയരോഗം. ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമാണ് എന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ ചികിത്സിച്ച് മാറ്റാവുന്ന അസുഖമാണെന്ന് വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ആ വീടുകളിലെല്ലാം പോവുകയും രോഗികളുടെ എണ്ണം എടുക്കുകയും അവർക്ക് മുട്ട തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുകൊടുക്കുകയും ഇത്തരം പ്രവൃത്തികൾ അദ്ദേഹം ചെയ്തിരുന്നു. അപ്പോൾ ഈ പ്രവൃത്തികളുടെ വേറെ ഇന്നത്തെ ഒരു സ്പന്ദിക്കുന്ന സാക്ഷ്യമാണ് ഈ ഞാറക്കൽ ആശുപത്രിയിലെ TB വാർഡ്. 1971 TB വാർഡ്, 1992 ഷെറിൽസ് വാർഡ് എന്നിവയുടെ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകിയത് സർവോദയം കുര്യനാണ്. 1977 വലിയ കടമക്കുടി ദ്വീപിൽ ആയുർവേദ ആശുപത്രിക്ക് 20 സെന്റ് ഭൂമി സൗജന്യമായി സംഭാവന ചെയ്തു. അപ്പോൾ ആ വാർഡിൻ്റെ ശിലാസ്ഥാപനം നടത്തി തന്നെ അവിടുത്തെ രോഗിയായിരുന്ന ഒരു കുഞ്ഞിനെ കൊണ്ട്, ഈ കുഞ്ഞനെന്ന് പറയുന്ന ആൾ ശിലാഫലകവുമായി നിൽക്കുന്നൊരു പടം അവിടെ ഉണ്ടായിരുന്നു. കേരള ഗവർണർ രാമകൃഷ്ണറാവു ഉദ്ഘാടന സമയത്ത് ഈ കുഞ്ഞനും അതോടൊപ്പം തന്നെ തറക്കല്ലിട്ട ആളെന്ന നിലയിൽ അറിയപ്പെട്ടിരുന്നു. ഒരു പാവപ്പെട്ടവനെയും ഒരു ഗവർണറെയും അധികാരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ആളുകളും ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ ഒരേ സ്റ്റേജിൽ വരുത്തി ഒരു വിപ്ലവം സൃഷ്ടിച്ച ആളാണ് കുര്യൻ. മറക്കാൻ പറ്റില്ല, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത്ര നമുക്കിപ്പോൾ ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും. പട്ടാള സേവനത്തിന് യുവാക്കൾ സജ്ജരാവുകയോ നിർബന്ധിതരാവുകയോ ചെയ്ത 1942 കാലത്ത് കുര്യനും പട്ടാളത്തിൽ ചേർന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാഗാലാൻഡിലും സിലോണിലെ ട്രിങ്കോമാലിയിലും സൈനിക സേവനം ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹം ഹ്രസ്വമായിട്ട് സൈനിക സേവനം നടത്തിയതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയും ജീവൻ രക്ഷിക്കുക എന്നുള്ള ദൗത്യമാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് അദ്ദേഹം റെഡ് ക്രോസിൻ്റെ ആ വ്യൂഹത്തിലാണ് പ്രവർത്തിച്ചത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ കണ്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ വളരെയധികം അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും റെഡ് ക്രോസ് അനുഭവം അദ്ദേഹത്തിൻ്റെ വൈപ്പിങ്കരയിലെ ആരോഗ്യ പ്രവർത്തനങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ വിവിധ ദൂരദേശങ്ങളിൽ
പലപ്പോഴായി പ്രളയക്കെടുതിയും വരൾച്ചയും മഹാമാരിയുമൊക്കെ മാറി മാറി ദുരന്തം തീർത്തപ്പോൾ അവിടെ പുതപ്പു മുതൽ ഭക്ഷണവും മരുന്നും മുതൽ അതിനുമപ്പുറത്ത് നിങ്ങൾ തനിച്ചല്ല, ഞങ്ങൾ ഇങ്ങൊരു കുഞ്ഞു മലനാട് കൂടി നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് മൗനമായി എന്നാൽ ശക്തിപൂർവം ഉറപ്പുകൊടുക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. തൻ്റെ മനസാക്ഷി തന്നെ പറഞ്ഞുവിടുന്ന ഇടങ്ങളിലേക്ക് പോകാൻ ഒരിക്കലും അദ്ദേഹം മടിച്ചിട്ടില്ല. അത് ലാത്തൂരിലെ ഭൂകമ്പമായാലും ബീഹാറിലെ പ്രളയമായാലും 10 ലക്ഷത്തോളം ബംഗ്ലാദേശുകാർ, അന്ന് ബംഗ്ലാദേശ് അല്ല പൂർവ്വ പാകിസ്ഥാനാണ്, പൂർവ്വ പാകിസ്ഥാൻകാർ ഇന്ത്യയിലേക്ക് തള്ളിക്കയറി വന്ന് ഉണ്ടായ അതിഭയങ്കരമായ ആ പ്രശ്നമായാലും എല്ലാം കുര്യൻചേട്ടൻ അവിടെ പോയി അത് കണ്ട് അവിടെ 6 മാസം 1 കൊല്ലം ഒക്കെ സന്നദ്ധ സേവനം ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് തിരിച്ചു വരും. ഇടയ്ക്ക് തിരിച്ചു വന്ന് ഇവിടെ യോഗങ്ങൾ വിളിച്ചുകൂട്ടിയും കാണുന്നവരോടൊക്കെയും തൻ്റെ കണ്ട കാഴ്ചകൾ പറയും. അപ്പോൾ ഇവിടുന്ന് കമ്പിളിപ്പുതപ്പുകളും വസ്ത്രങ്ങളും മറ്റുമൊക്കെ ശേഖരിച്ച് അദ്ദേഹം കൊണ്ടുപോകുന്നത് പഴമക്കാർ തീർച്ചയായിട്ടും ഓർമ്മിക്കുന്നുണ്ടാവും. ചിന്തയ്ക്കും കർമ്മത്തിനും അതിരുകൾ നിർണയിക്കുവാൻ ആർക്കും ആകില്ല. കാലദേശഭേദമന്യേ ആർക്കും സേവന സജ്ജരാകാം. അതിന് വിശ്വമാനവ കാഴ്ചപ്പാടുണ്ടാവണം എന്നു മാത്രം. മദർ തെരേസ ഉൾപ്പെടെയുള്ള ത്യാഗികളുമായി ഇടപെടുവാനും അവരുടെ പാതയിലെ അനുഭവങ്ങൾ ചേർത്ത് സ്വയം കരുത്താർജിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചത് ഈ കാഴ്ചപ്പാട് കൊണ്ട് തന്നെയാകും. അങ്ങനെയാണ് 71 അദ്ദേഹം കൽക്കട്ടയിൽ മദർ തെരേസയെ ചെന്ന് കാണുന്നത്. എന്നിട്ട് അവിടെ ആ നിർമ്മൽ ഹൃദയ് എന്ന് പറയുന്ന ആശ്രമത്തിൽ അദ്ദേഹം കുറേ കാലം സേവനമനുഷ്ഠിച്ചതായിട്ട് അറിയാം. അപ്പോൾ അത് അദ്ദേഹത്തിന് താൻ ഇത്രകാലം ചെയ്തു പോകുന്ന കാര്യങ്ങൾ അതൊക്കെ ചിലപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ശരിയായ വഴിയിലായിരുന്നോ ബുദ്ധിയായിരുന്നോ വേണ്ടിയിരുന്നോ എന്നൊക്കെ ഏത് മനുഷ്യനെ പോലെയും അദ്ദേഹത്തിനും സന്ദേഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഈ മദർ തെരേസയുടെ അവിടെ പോയിട്ട് ഉള്ള ആ സേവന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന് താൻ ചെയ്തിരുന്നത് ശരി തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് ആ ഒരു ഉത്തമമായ ബോധ്യമുണ്ടായത്. ആ കുട്ടിയെ കിട്ടിയാൽ പുള്ളി അതിനെ കൊണ്ട് വരുന്ന ഒരു വരവുണ്ട്. അതിപ്പോഴും നമുക്ക് കാണാൻ നോക്കും. കാരണം സൈക്കിളിൽ ഒരു കൈ കൊണ്ട് കൊച്ചിനെ പിടിച്ച് ഒറ്റ കൈമേ സൈക്കിളും ചവിട്ടി ഈ തിരക്കുള്ള റൂട്ടിൽ കൂടിയുള്ള പോക്ക് കാണുമ്പോൾ നമുക്കൊരു വിധത്തിൽ പറഞ്ഞാൽ പേടിയാവും. പക്ഷേ ഇന്നേ വരെ ഒരബദ്ധം പുള്ളിക്ക് സംഭവിച്ചിട്ടൊന്നുമില്ല. ഈ മനുഷ്യജീവനോടുള്ള ഈ അഗൈതവുമായിട്ടുള്ള ആദരവാണ് ഒരു പക്ഷേ കുര്യൻചേട്ടനെ 600ഓളം അനാഥ കുഞ്ഞുങ്ങളുടെ പിതാവാക്കി മാറ്റിയതും. ആയിരത്തി 1959 ആദ്യത്തെ ശിശുവിനെ അനാഥാവസ്ഥയിൽ നിന്ന് കൈയേൽക്കുന്നത്. തുടർന്ന് വ്യത്യസ്ത സാഹചര്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതോ നിവർത്തികേടിനാൽ നേരിട്ട് ഏൽപ്പിക്കുന്നതോ ആയ 600 മുകളിൽ കുഞ്ഞുങ്ങളെ അദ്ദേഹം നിറഞ്ഞ മനസ്സോടെ ഏറ്റുവാങ്ങി. നിരാലംബമായേക്കാവുന്ന കുരുന്നു ജന്മങ്ങൾക്ക് ആലംബവും കരുതലും ആവുക മാത്രമല്ല, അനവധി പേരുടെ ഉള്ളിലെ വൈവിധ്യമാർന്ന കനലിനെ കെടുത്തി ജീവിതം വീണ്ടും തരളിതമാക്കുവാനും അവരെ സനാഥരാക്കി ജീവിച്ചു കാണിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഫോർട്ട് കൊച്ചി ആശുപത്രിയുടെ പരിസരത്ത് കാനയിൽ നിന്നാണ് ആദ്യത്തെ കുഞ്ഞിനെ ലഭിക്കുന്നത്. ഫോർട്ട് കൊച്ചി ഹോസ്പിറ്റലിലെ ഒരു ഓടയിൽ നിന്നും മാനസിക രോഗിയായ ഒരു സ്ത്രീ ഉപേക്ഷിച്ചു പോയ കുട്ടിയെ കാണാൻ എൻ്റെ ആദ്യത്തെ അനാഥ ശിശു. ഇങ്ങനത്തെ കുട്ടികളെ കിട്ടിയാൽ വേഗം ഞാറക്കൽ ആശുപത്രിയിൽ കൊണ്ടുവന്ന് നഴ്സുമാരെ ഏൽപ്പിക്കും. ഇതിനെപ്പറ്റി 2-3 ദിവസത്തിനുള്ളിൽ കുഞ്ഞിനെ വളരെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കും. ആ കുട്ടി മിടുക്കനാണ്, പഠിച്ച് മിടുക്കനായി. ഇപ്പോൾ അയാൾ കർണാടകയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ആ കുട്ടി ഇപ്പോഴൊരു ഡോക്ടറാണ്. ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാറ് വന്ന് റോഡിൽ നിൽക്കുകയാണ്. ആ കാറിൽ 2 പുരുഷന്മാർ, ഒരു പ്രായമേറിയ സ്ത്രീ. ആ സ്ത്രീയുടെ മടിയിലെ ഒരു കൈക്കുഞ്ഞ്. കുര്യൻചേട്ടൻ ഈ കാറ് വന്ന് നിന്ന ഉടനെ കാറിനടുത്തേക്ക് വന്നു. തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ വരാം, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വരാം.
ഒരല്പം കഴിയുമ്പോൾ വേറൊരു കാറ് വരും എന്നെ അന്വേഷിച്ച്. ഞാനിവിടെ ഞാറയ്ക്കൽ CC പ്രസ്സിലുണ്ടാവും, അവിടെ ചെന്നിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ കുര്യൻ ചേട്ടൻ പോയി, ഈ കാറും അതിൻ്റെ പിന്നാലെ പോയി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റൊരു കാർ അവിടെ വന്നു. ശരി, സർവോദയം കുര്യൻ. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ നിങ്ങളെ CC പ്രസ്സിലിരിക്കാനാണ് പറഞ്ഞത്, അദ്ദേഹം അവിടെ എത്തിക്കോളൂ എന്ന് പറഞ്ഞു. ആ കാറും പോയി. ഒരു 20-25 മിനിറ്റ് കഴിയുമ്പോൾ കുര്യൻ ചേട്ടൻ സൈക്കിളിൽ തിരിച്ചു വന്നു. അതിനിടയിൽ ഒരു അനാഥ കുഞ്ഞിൻ്റെ കൊടുക്കലും വാങ്ങലും നടന്നു കഴിഞ്ഞിരുന്നു. ഞാൻ നിർബന്ധിച്ച് ചോദിച്ചു, ആ കുഞ്ഞ് എങ്ങോട്ടാണ് പോയത്? പറയില്ല. കുര്യൻ ചേട്ടൻ ചിരിക്കും. ആര് ചോദിച്ചാലും വരില്ല. അത് കുര്യൻ ചേട്ടന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. പക്ഷെ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ച് പോകുന്നത് ഈ സർവോദയം കുര്യൻ ചേട്ടന് ഇന്നത്തെ നിയമവും ഭരണകൂടവും ഒക്കെ അകത്താക്കുമായിരുന്നു. കാരണം അഡോപ്ഷൻ നിയമമൊക്കെ അന്നുണ്ടെങ്കിലും സർവോദയത്തിൻ്റെ മുമ്പിൽ ഈ അഡോപ്ഷൻ നിയമങ്ങളൊന്നും ബാധകമായിരുന്നില്ല. എത്തേണ്ട സ്ഥലങ്ങളിൽ ആർക്കാണ് കൊടുത്തതെന്ന് പോലും മറ്റൊരാളും അറിയാത്ത തരത്തിൽ അവരെല്ലാം എത്തേണ്ടടുത്ത് എത്തിക്കുകയും അതിൽ നിന്നൊരു 10 പൈസ പോലും അദ്ദേഹം സമ്പാദിച്ചിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ. പിന്നെ പുള്ളിയെക്കുറിച്ച് ആരോപണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഏതൊരു സോഷ്യൽ വർക്കറിനും ആരോപണം ഉണ്ടാവും. പുള്ളി കുട്ടികളെ വിദേശികൾക്ക് വിൽക്കണം എന്നുള്ളതാണ്. പുള്ളിക്ക് മനോവിഷമമുണ്ട സാധനം. പക്ഷേ പുള്ളി ഉടൻ തന്നെ ചെയ്യണ പണി ഒരു നോട്ടീസ് അടിച്ചിറക്കും. നിങ്ങൾ തെളിവുകളോ സത്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയുന്നു അത് ഞാൻ തരാം. അതൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് കുര്യൻ ചേട്ടൻ ഇതിന് ഇറങ്ങപ്പെടുന്നു എന്നുള്ളത് ഒരു മാധ്യമ പ്രവർത്തകൻ, അതിൻ്റെ സത്യം അറിയാൻ ബാധ്യസ്ഥനായ ആളെന്നുള്ള നിലയ്ക്ക് എന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഉത്തരം അവസാനം ഇങ്ങനെയാണ് എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യജീവനും ഒരു സാധ്യതയാണ്. ആ സാധ്യത നിറവേറ്റപ്പെടാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹം കൂടി ഉൾപ്പെട്ട സമൂഹം അതിൽ കുറ്റവാളിയാണ് എന്നുള്ള ആ മനസാക്ഷിയുടെ സ്വരം, അതാണ് അദ്ദേഹത്തെ ഇത്തരത്തിലൊരു കിറുക്കൻ എന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം ആ തരത്തിൽ അദ്ദേഹം വിളിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ലോകമാകമാനം ഭീതി പരത്തി വസൂരി പടർന്ന കാലത്ത് ലോകത്തിന് തിരിച്ചറിവാം വിധം സ്വയം ഇറങ്ങിച്ചെല്ലുവാൻ മറ്റൊന്നുമാകില്ല ശക്തിയായത്. ഇച്ഛാശക്തി ഒന്നു തന്നെ. വസൂരി രോഗികളെ ശുശ്രൂഷിക്കുകയും മാരിയെ അതിജീവിക്കുവാനാകാതെ മരണത്തിനു കീഴടങ്ങുന്നവരെ തൊടാൻ പോലും മടിക്കുന്ന സമൂഹത്തോട് ഒരു മാർഗദർശകമായി പൊരുതി മുന്നേറുകയായിരുന്നു അദ്ദേഹം. ഒരു മൃതദേഹം അർഹിക്കുന്ന ഉയർന്ന പരിഗണനയോടെ തന്നെ വസൂരി രോഗിയുടെ മൃതദേഹവും മറവു ചെയ്യുവാൻ സ്വയം ഇറങ്ങിയ കർമ്മയോഗി. മറവു ചെയ്യുക മാത്രമല്ല, തുടർന്നു നൽകേണ്ട ജാഗ്രതയും നൽകിപ്പോരുന്നതിനു സദാ ജാഗ്രതായിരുന്നു അദ്ദേഹം. ഈ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു മണ്ണ് മാന്തി കയറിയവർ ഉണ്ടെന്നുള്ളത് സാക്ഷ്യമാകുന്നു. നമുക്കറിയാം, ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ തകർത്തെറിഞ്ഞ ഒരു രോഗമാണ് വസൂരി. നായരമ്പലം പുത്തൻകടപ്പുറത്ത് അന്ന് ഇതിൻ്റെ ഒരു സെൻ്ററാണ്. ആളെ കുഴിച്ചിടും. അതിലെ ശ്രദ്ധേയമായ ഒരു കാര്യം, കുര്യൻചേട്ടൻ്റെ മെഡിക്കൽ ഷാപ്പിൽ വരുന്നൊരു വസ്യാൻ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട്. വസ്യാൻ എന്ന് പറയുന്ന ആൾ അന്ന് 30 വയസ്സുള്ള പുള്ളിക്ക്, യങ്സ്റ്ററാണ്. വസ്യാൻ ഈ ദേഹം മുഴുവൻ കുരുക്കൾ വന്ന്, കണ്ണിലും കുരുക്കൾ വന്ന് മരിച്ചിട്ട്, പക്ഷെ മരിച്ചിട്ടില്ല, പുള്ളി അടക്കം ചെയ്ത്. അന്ന് പായയിൽ ചുരുട്ടിയാണ് അടക്കം ചെയ്യണത്. അവിടെ എത്തിയപ്പോൾ പായൽ കെട്ടിപ്പൊതിഞ്ഞ് അവിടെ ഡെഡ് ബോഡി അവിടെ കിടത്തിയിട്ടുണ്ട്. കുഴി കുരുത്തി മൂടാനായിട്ടൊക്കെ തയ്യാറെടുത്ത് വെച്ചിരിക്കുകയാണ്. ഉടനെ എനിക്കൊരു സംശയം തോന്നി. പണ്ട് കാലത്ത് ബോധമില്ലാതെ കിടക്കുന്ന ആളുകളെ ജീവനോട് കുഴിച്ചിട്ടാറുണ്ട്. കാരണം ഇവർ അമിതമായി മദ്യപിച്ചിട്ടുണ്ടാവും. അനങ്ങാതെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. പണ്ട് ഇന്നല്ല, 52 വർഷം 52 മുന്നൊക്കെ പറഞ്ഞ കാലഘട്ടങ്ങളിൽ. അങ്ങനെ ഞാൻ പായ കഴിച്ച് കെട്ടൊക്കെ വെടിയിച്ച് അഴിച്ച് അയാളുടെ മൂക്കിൽ സ്മെല്ലിങ് സോൾട്ട് മണപ്പിച്ചു. അയാൾ പിഴഞ്ഞൻ തല ഇങ്ങനെ കുലുക്കി കണ്ണു പറഞ്ഞു. എൻ്റെ ശബ്ദം അയാൾക്ക് മനസ്സിലായി. കുരിയ മോനെ, എൻ്റെ കണ്ണൊന്ന് തുറന്ന് ഞാനൊന്ന് നല്ലോണം കാണട്ടെ എന്ന് പറഞ്ഞ് ആ വസ്യാന കുര്യൻചേട്ടൻ രണ്ടുകൂടി പുറത്തെടുത്തിട്ട് പിന്നെ പുള്ളി 20 വർഷം ജീവിച്ചു വസൂരിയുടേതായ പാടുകളുമായിട്ട്. ഈ വൈപ്പിൻകരയിൽ ആരോഗ്യ പരിചരണം, പ്രതിരോധ പ്രവർത്തനങ്ങൾ, പിന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ഇതെല്ലാം കൊണ്ടുവന്നത് കുര്യൻ ചേട്ടനാണ്.
വസൂരിക്കെതിരെയുള്ളതായാലും കോളറയ്ക്കെതിരെയുള്ളതായാലും, കാരണം ഇതിനെതിരെ എല്ലാം വിശ്വാസപരമായി പോലും മറുതലിപ്പുകൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണത്. കാരണം വസൂരിക്കെതിരെ കുത്തിവയ്ക്കുന്നത് ദൈവങ്ങളെ, ഈശ്വരന്മാരെ, കൊടുങ്ങല്ലൂരമ്മയൊക്കെ പ്രകോപിപ്പിക്കും എന്നുവരെ കരുതപ്പെട്ടിരുന്നൊരു കാലമുണ്ട്. എൻ്റെ കുട്ടിക്കാലോട് എനിക്ക് ഓർമ്മ വരുന്നത്, ചിക്കൻ ബോക്സ് ആർക്കോ പിടിപെട്ടു എന്ന് അറിഞ്ഞപ്പോൾ സൈക്കിളുമായി ഒരു വെളുത്ത ഷർട്ടും വെള്ളമുണ്ടും ഉടുത്തുകൊണ്ട് സൈക്കിളുമായിട്ട് കയ്യിൽ ഒരു പൊതിയുമായിട്ട് ഓരോ വീടും കയറി ഇറങ്ങി കുട്ടികൾക്കും എല്ലാവർക്കും ഗുളിക കൊടുക്കുന്ന ഒരു മനുഷ്യനെയാണ് ആദ്യമായി എനിക്ക് ഓർമ്മ വരുന്നത്. വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇതാണ് സർവോദയം കുര്യൻ എന്ന് അമ്മുമ്മ പറയുന്നത്. വളരെ ആദരവോടും ബഹുമാനത്തോടും കൂടിയാണ് അമ്മുമ്മ പറയുന്നത്. പിന്നെ ഓരോ ജംഗ്ഷനിലും അദ്ദേഹം പറയുന്നത് ഏത് ദിവസം ഏത് സ്കൂളിൽ പ്രതിരോധ കുത്തിവയ്പ് ഉണ്ടാവും, അതിൻ്റെ സമയം, അപ്പോൾ അവിടെ വരേണ്ടത്, വന്ന് ഈ കുത്തിവയ്പ്പിന് വിധേയരാകേണ്ടതിൻ്റെ ആവശ്യകത, ഇതെല്ലാം ഇങ്ങനെ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എവിടെ ക്യാമ്പുണ്ടോ അവിടെ കുര്യൻചേട്ടൻ ഉണ്ടാകും, എവിടെ കുട്ടികളെ കുത്തിവയ്ക്കാൻ നമ്മളെല്ലാം ഉണ്ടോ അവിടെ കുര്യൻചേട്ടൻ വന്നിട്ടുണ്ടാകും. അങ്ങനെ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് ഇറങ്ങി നിന്നിരുന്നു. അന്ന് കോളറ, നമ്മൾ പറഞ്ഞ എല്ലാ രോഗവും, ക്ഷയരോഗം, ഈ ക്ഷയരോഗത്തിൻ്റെ അടുത്തൊന്നും ആരും ഒന്നും പോവില്ല. പുള്ളിയാണ് ക്ഷയരോഗികളെ നോക്കണം, കാരണം ഒന്നും മരുന്നില്ലല്ലോ. പിന്നെ കുഷ്ഠരോഗ ആശുപത്രിയല്ല, കുഷ്ഠരോഗികളെ മൊത്തം പാർപ്പിക്കുന്ന സ്ഥലം നമ്മുടെ വളപ്പ് പടിഞ്ഞാറ് വശത്ത്, ഇന്ന് കടലോരിയിരിക്കുന്ന സ്ഥലം. അവിടെ എല്ലാവരും ചെല്ലും. ഈ കുര്യൻചേട്ടൻ്റെ ഈ മെഡിക്കൽ ഷോപ്പിലേക്ക് ഈ കുഷ്ഠരോഗികൾ ഇങ്ങനെ കൂട്ടമായിട്ട് വരും. പൊട്ടിയൊലിച്ചൊക്കെ ഭയങ്കര ദയനീയമായിട്ടുള്ള പേഷ്യൻസിനൊക്കെ ചിലപ്പോൾ എടുത്തുകൊണ്ട് വരാറുണ്ട്. വാരി ഓട്ടോറിക്ഷയിലിട്ട് കൊണ്ടുവന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്ന് ആക്കും. എല്ലാവരെയും തലോടി, എല്ലാവരെയും സ്നേഹിച്ച്. മറ്റൊരു ചെറിയ ഫാദർ ഡാമിയൻ ചരിത്രത്തിൻ്റെ അഗാധങ്ങളിലേക്ക് കയറിപ്പറ്റി. പക്ഷെ ഒരു ചെറിയൊരു ഫാദർ ഡാമിയൻ. അപ്പോൾ ഞാനീ പറയുന്നത് ഇതെല്ലാം ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാണ് ഒരു വ്യക്തി ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. കുര്യൻചേട്ടനെ ജനം വിശ്വസിച്ചതുകൊണ്ട്, ജനം വല്ലാതെ ആശ്രയിച്ചു പോകുന്നതുകൊണ്ടും ആദരിച്ചു പോകുന്നതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ആ ക്രെഡിബിലിറ്റി റേറ്റിംഗ് അത്രമേൽ വലുതായിരുന്നതുകൊണ്ട് ഇവിടെ വൈപ്പിങ്കര ഒരുപക്ഷെ ഇത്രയും ജനസാന്ദ്രമായിട്ടും ഇത്രയും പ്രതികൂലമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഏതാണ്ട് എറണാകുളത്തിൻ്റെയോ കൊച്ചിയുടെയോ ആരോഗ്യ നിലവാരത്തിനോട് ഒപ്പമെത്താനോ ഒരുപക്ഷെ അതിനെ അതിജീവിക്കാനോ ഒക്കെ വൈപ്പിങ്കരയ്ക്ക് ഒരുപക്ഷെ 60കളിൽ 70കളിൽ കഴിഞ്ഞു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ എന്നുവെച്ചാൽ വർഷകാലത്ത് ഇവിടെ നമ്മുടെ കടൽ തീരത്തിൽ താമസിക്കുന്ന എപ്പോഴും പ്രകൃതിക്ഷോഭം ഉണ്ടാകാറുണ്ട്. ചെറിയ വീടുകളൊക്കെയാണ്. അപ്പോൾ ആ വീടുകൾക്കൊക്കെ നാശനഷ്ടം സംഭവിക്കും. ആ സമയത്തൊക്കെ ഞങ്ങൾ ആദ്യമേ തന്നെ ഇവരെ സ്കൂളുകളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വരും. പിന്നീട് ഈ വീടുകൾ കെട്ടിക്കൊടുക്കാൻ വേണ്ടി ഓലകളൊക്കെ ശേഖരിച്ച്, അതായത് ഈ ഞാറക്കലങ്ങാടിയിൽ നിന്ന് ഓലകളൊക്കെ ശേഖരിച്ച് ഉള്ളി കടപ്പുറം ഭാഗത്ത് വീടുകൾ ശരിയാക്കി കൊടുക്കും. കുടിയാന്മാർക്ക് പുര കെട്ടിമേയാനുള്ള ഓല നൽകാതെ പൂഴ്ത്തിവെച്ച ജന്മിമാരുടെ നടപടിക്കെതിരെ നായരമ്പലം കിഴക്കേ മൈതാനിയിൽ 4 നാൾ നീണ്ട നിരാഹാര സമരം നടത്തി. ചെറ്റക്കുടിലുകളായിരുന്ന അന്നത്തെ കാലത്ത് ഓല മേയാനായിട്ട് ഓല ജന്മിമാരുടെ ഇവിടെ നിന്ന് എടുത്തല്ല അവരെയൊക്കെ അകത്തിടുന്നതും തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന അവസാനം അദ്ദേഹം വന്നു കഴിയുമ്പോഴാണ് ഇവിടുത്തെ വിപ്ലവകാരികൾ പോലും, സഖാവ് MK കൃഷ്ണനെ പോലെയുള്ള ആളുകൾ പോലും ആ സമരപ്പന്തലിലേക്ക് എത്തേണ്ടി വരുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുടികിടപ്പ് സമരങ്ങൾ ശക്തമായിരുന്ന 1960-70 കാലഘട്ടത്തിൽ വൈപ്പിനിലെ സമരങ്ങൾക്ക് കുര്യൻചേട്ടൻ നേതൃത്വം വഹിച്ചു. അതുപോലെ തന്നെ KC ബ്രാവോ എന്ന് പറയുന്ന ആന്ധ്ര ഗവർണർ KPCC പ്രസിഡന്റിനൊക്കെ സ്വീകരണം കൊടുക്കുന്ന യോഗത്തിൽ വെച്ചിട്ടുണ്ട് പുതുവൈപ്പിലെ കുടിയിറക്കുകാരെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം നിവേദനം കൊടുത്തു. ആ TV തൊമ്മൽ എന്ന് പറയുന്ന മന്ത്രിയെ അദ്ദേഹം അവിടെ എത്തിക്കുകയാണ്. വൈപ്പിനിലെ ജനജീവിതം നേരിടുന്ന മറ്റൊരു പ്രധാന പ്രതിസന്ധി ശുദ്ധജല ദൗർലഭ്യമായിരുന്നു. നിരന്തരമായി ശുദ്ധമല്ലാത്ത വെള്ളം ഉപയോഗിക്കുന്നത് കാരണം സാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വൈപ്പിൻ ജനതയെ അലട്ടിയിരുന്നു. ഇതിന് പരിഹാരമായി പൈപ്പ് വെള്ളം വൈപ്പിനിലെത്തിക്കാൻ കുര്യൻചേട്ടന്റെ നേതൃത്വത്തിൽ ഗാന്ധിയൻ സമരമാർഗമായ പദയാത്ര സംഘടിപ്പിച്ചു. സ്കൂളിൽ ഞങ്ങൾ കുറച്ച് ആളുകൾ ഇതുവരെ കുര്യൻചേട്ടനോട് കൂടി നിൽക്കുന്ന കുറേ ആളുണ്ട്. അവരെല്ലാം വിളിച്ച് നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആനാപ്പുഴ പോകണം. ആനാപ്പുഴ എന്ന് പറഞ്ഞത് കോട്ടപ്പുറം അപ്പുറമാണ്.
ഇവിടെ നിന്ന് നടന്നു പോകണം, രാവിലെ നടന്നു പോകണം. ആർ ശങ്കർ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ഞാറക്കിൽ നിന്നും പദയാത്രയായി ആനാപ്പുഴ വരെ പോയി. അവിടെ ചെന്ന് ഇത് കൊടുത്തു, പിന്നെ നിവേദനം കൊടുത്തു. ശുദ്ധജലത്തിൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യാമെന്ന് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞു. അതിരുകളില്ലാത്ത സമാനത കാണുകയായിരുന്നു അദ്ദേഹം ജീവിതത്തിലുടനീളം. ചിലപ്പോൾ വഴിയിൽ ചതഞ്ഞരഞ്ഞു പോയ മറ്റൊരു ജീവിക്കു വേണ്ട ചരമ ശുശ്രൂഷയ്ക്കാവും. തൊട്ടടുത്ത വീട്ടിൽ നിന്നൊരു മൺവെട്ടി മേടിച്ചിട്ട് അവിടെ തന്നെ കുഴിച്ചിടുന്നാട് സ്വാഭാവിക നിലക്ക്. അതുകൊണ്ട് പുള്ളിക്ക് അവിടെ പേര് കിട്ടണമെന്നും ആരും ശ്രദ്ധിക്കണമെന്നില്ല, ആരും ശ്രദ്ധിക്കാറില്ല. കാരണം ഇതൊരു സാധാരണ മനുഷ്യൻ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് രാഷ്ട്രനിർമ്മാണം, ദേശീയോദ്ഗ്രഥനം എന്ന് പറയുന്നത്. ഈ പോകുന്ന പോക്കിൽ സ്കൂളുകളിൽ അസംബ്ലി നടക്കുന്നിടത്ത് അദ്ദേഹം എത്തും. പിള്ളേരെയും അധ്യാപകരെയും അഭിസംബോധന ചെയ്യും. എൻ്റെ കുട്ടിക്കാലത്ത് പോലും എനിക്ക് ഓർമ്മയുണ്ട്, ഭാരത് മാതാ കി ജയ് വിളിപ്പിക്കും. അപ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ ഇന്നിപ്പോൾ നമുക്ക് അത്ഭുതത്തോടു കൂടി മാത്രമാണ് ഓർക്കാൻ സാധിക്കുന്നത്. എന്ന് തന്നെയുമല്ല, കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞ ഉപരിപഠനം എന്ന് പറയുമ്പോൾ ഉപരിയായ ഒരു പ്രചോദനം ഉണ്ടെങ്കിലേ ഉപരിപഠനത്തിലേക്ക് ആളുകൾ പോകുമെന്നാണ് കുര്യൻ ചേട്ടൻ്റെ സിദ്ധാന്തം. അതിനുവേണ്ടിയാണ് 62-ൽ അദ്ദേഹം കുര്യൻസ് ഗോൾഡ് മെഡൽ. അന്ന് കേരള സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൽ പോലും അങ്ങനെ ഒരു സംഭവമില്ല. വൈപ്പിങ്കരയിൽ SSLCക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് ഒരു സ്വർണ്ണ മെഡൽ. ഈ സ്വർണ്ണ മെഡൽ കൊടുക്കാൻ വേണ്ടി ഉള്ള ഒരു ക്രിയ എന്ന് പറഞ്ഞത്, അത് എല്ലാ ഹൈസ്കൂളുകളിലും സൈക്കിളിന് ചെന്നിട്ട് മാർക്ക് കൃത്യമായി നോക്കി മനസ്സിലാക്കും. അന്ന് തന്നെ നിശ്ചയിക്കും ഇന്ന ആൾക്കാണ് സ്വർണ്ണ മെഡലുള്ളത്, ആ സ്വർണ്ണ മെഡൽ ഇന്ന ദിവസം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ ദിവസം കൊടുത്തിരിക്കും. ഞാൻ സതീഷ് കുമാർ. ഞാൻ 72-ൽ വൈപ്പിനിൽ 9 സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് SSLCക്ക് വാങ്ങിച്ച് പാസ്സായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നൊരു അവാർഡ്, ഒരു പുരസ്കാരമാണ് കുര്യൻ സാറിൻ്റെ ഗോൾഡ് മെഡൽ. എന്നെപ്പോലെ തന്നെ ധാരാളം കുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടാവണം. കാരണം നമുക്ക് ഭാവിയിലേക്ക് പഠിക്കാനുള്ള ഒരു പ്രചോദനം. ഈ ദേശീയോദ്ഗ്രഥനത്തിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ സൈനികരെ ആദരിക്കുക എന്ന് പറയുന്ന പതിവ് ഒരുപക്ഷെ ഒരു സ്ഥലത്തും നമുക്ക് ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ, ഇപ്പോൾ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് നെഹ്റു ഉദ്ഘോഷിക്കുകയുണ്ടായി. ഒരുപക്ഷെ അത് ഉൾക്കൊണ്ടുകൊണ്ടാവണം ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ 50കളിൽ പോലും സൈനികരെ ആദരിക്കുന്ന ചടങ്ങുകൾ വൈപ്പിങ്കരയുടെ പല ഭാഗത്തും അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. 1987 കാലഘട്ടത്തിൽ വൈപ്പിങ്കരയിൽ രക്തദാനം മഹാദാനം എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുഴുപ്പള്ളിയിൽ ഞങ്ങൾ കുറച്ച് കുട്ടികളെല്ലാം കൂടിയിട്ട് ഒരു കൂട്ടയോട്ട മത്സരം. ആ ഒരു പ്രോഗ്രാമിലേക്കൊന്നും ഞങ്ങൾ കുര്യൻ ചേട്ടനൊന്നും ആരും ക്ഷണിച്ചിരുന്നില്ല. പക്ഷേ വൈപ്പിനിൽ നിന്ന് ആരംഭിച്ച് മൊനമ്പത്ത് അവസാനിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് കുഴുപ്പള്ളി ചാത്തങ്ങാട് ബസാറിൽ വരികയും തൊട്ട് പടിഞ്ഞാറ് വശത്തുള്ള സാമൂഹ്യ സേവാ സംഘം ഓഡിറ്റോറിയത്തിലാണ് ഇതിൻ്റെ സമാപന സമ്മേളനം. ഈ 36 കിലോമീറ്റർ രക്തദാനം മഹാദാനം എന്ന് പറയുന്ന ആ കൂട്ടയോട്ടത്തിൽ ആരും ക്ഷണിക്കാഞ്ഞിട്ടും തുടക്കം മുതൽ വൈപ്പിൻ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് രക്തദാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും 25-30 കൊല്ലം മുമ്പ് അദ്ദേഹം വളരെ ശക്തിയുക്തം പറയുകയും, അന്ന് കിങ്കോ ബോട്ടിനൊക്കെയാണ് ആളുകൾ എറണാകുളത്തേക്ക് പോകുന്നത്. ആ ബോട്ടിലേക്ക് കയറാൻ വന്നിരുന്ന ആളുകളെല്ലാം കൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയൊരു ഓഡിയൻസിനെ സൃഷ്ടിക്കുകയും അദ്ദേഹം ഒരു ഫുട്ബോൾ പ്രേമിയായിരുന്നു. കുര്യൻസ് ഫുട്ബോൾ എന്ന് പറഞ്ഞ ട്രോഫി എന്ന ടൂർണമെൻറ്റ് നടക്കുമായിരുന്നു. വൈപ്പിന്റെ വികസനത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘടകമാണ് ഗോശ്രീ പാലം. ഈ പാലത്തിന്റെ സാക്ഷാത്കാരത്തിനായുള്ള പ്രവർത്തനങ്ങളിലും പരിശ്രമങ്ങളിലും നിരന്തര സാന്നിധ്യമായിരുന്നു കുര്യൻ ചേട്ടൻ. ഇപ്പോൾ ഗോശ്രീ പാലങ്ങൾ പണിയാനായിട്ട് ഉള്ളതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ മേനകാ ഗാന്ധി ഇതിനെ ഒരു പെറ്റീഷൻ സമർപ്പിച്ച് ഇഞ്ചക്ഷനൊക്കെ വാങ്ങാനായിട്ട് നിൽക്കുന്ന അവസരത്തിൽ കുര്യൻ ചേട്ടൻ ഉടനെ വന്ന് 250 രൂപ അറ്റൻഡ് ചെയ്ത് തന്നിട്ട് പറഞ്ഞു, നമുക്കിതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ സംഭാവന ആദ്യം ഇരിക്കട്ടെ എന്ന് പറഞ്ഞത്. ഇന്ത്യയിൽ എത്രയോ പാലങ്ങൾ വന്നിട്ടുണ്ട്, എത്രയോ പാലങ്ങൾ. പക്ഷെ അതിനൊന്നുമില്ലാത്ത പ്രാധാന്യം ഈ ഗോശ്രീ പാലങ്ങൾക്കുണ്ട്. ആ പാലങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു, വലിയ പ്രക്ഷോഭം. ആ ആക്ഷൻ കൗൺസിലുമായി കുര്യൻ ചേട്ടൻ,
എല്ലാ അർത്ഥത്തിലും സഹകരിക്കുമായിരുന്നു, എല്ലാ അർത്ഥത്തിലും. മരിച്ച വീടുകളിൽ അദ്ദേഹം നിർബന്ധമായി പോയിരുന്നു. അവരെ ആ കുടുംബത്തിലെ ആശ്വസിപ്പിക്കുകയും അത് ജാതിമത ഭേദമന്യേ. അപ്പോൾ ചിലപ്പോൾ ശവസംസ്കാരം വൈകും, അതായത് കുര്യൻചേട്ടൻ എത്താൻ വേണ്ടി അത്ര വരെയും ഒരു അടുപ്പം അദ്ദേഹം ഈ മനുഷ്യരുമായിട്ട് അദ്ദേഹം പുലർത്തിയിരുന്നു. ആയിരത്തി 1982 80ഓളം പേരുടെ ജീവൻ കവർന്ന വൈപ്പിൻ മദ്യ ദുരന്തത്തിൽ കുര്യൻ ചേട്ടന്റെ പ്രായോഗിക ഇടപെടൽ വലിയ പങ്കുവഹിച്ചു. വൈപ്പിൻ മദ്യദുരന്തം എന്ന് വെച്ചാൽ നമുക്കറിയാം ലോകത്തിലേക്കും വെച്ച് ഏറ്റവും അറിയപ്പെടുന്ന ഒരു ലിക്വിഡ് ട്രാജഡിയാണ്. ആ ഓണക്കാലമായിരുന്നു. ഈ ഓണക്കാലത്ത് അക്ഷരാർത്ഥത്തിൽ ഈ ഈയലുകൾ ചത്തുവീഴുന്ന പോലെയാണ് ഇവിടെ മനുഷ്യർ വഴിവക്കിൽ ഈ റോഡിൽ പോലും വീഴുന്നത് ഞാൻ കണ്ടതാണ്. പിന്നെ തുടരെ മരണങ്ങളും ആളുകൾക്ക് കണ്ണിന് കാഴ്ച പോലും പ്രശ്നങ്ങളായപ്പോൾ അവരൊക്കെ വേഗം കണ്ടുപിടിച്ച് ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്ന് ആശുപത്രികളിൽ എത്തിക്കുകയും അവർക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ നമ്മളുടെ കൂടെ നിന്ന് രാപകല് അന്ന് ഹോൾ ഡേ നൈറ്റ് ഞങ്ങൾ വർക്ക് ചെയ്യായിരുന്നു. സർവോദയം കുര്യൻചേട്ടനെ പോലുള്ള ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ വൈപ്പിൻകരയിലെ മദ്യപാനികളെല്ലാം അന്നും മരണമടഞ്ഞേനെ. ഇതൊരു ശ്മശാന ഭൂമിയായി വൈപ്പിൻകര മാറിയേനെ. കാരണം ഇവിടുത്തെ 70% ആളുകൾ ആ ഓണത്തിന് മദ്യപിച്ച ആളുകളാണ്. എൻ്റെ അച്ഛൻ പോലും രക്ഷപ്പെടുന്നത് അതിലൂടെ. എൻ്റെ അച്ഛൻ്റെ ജീവിതം 2000 വരെ ജീവിച്ചിരിക്കാനുള്ള കാരണക്കാരൻ 18 വർഷക്കാലം എൻ്റെ അച്ഛൻ കൂടുതൽ ആയുസ് ഉണ്ടായത് സർവോദയം കുര്യൻ അന്ന് ചെയ്ത, കുര്യൻചേട്ടൻ ചെയ്ത, ധീരതയോടുകൂടി ചെയ്ത, ആ സമയോചിതമായി ചെയ്ത ആ അനൗൺസ്മെൻറ്റും. അപ്പം ഞാൻ ഈ വൈപ്പിൻകരയിൽ വരുമ്പോൾ കാണുന്നത് കുര്യൻചേട്ടൻ്റെ ഓട്ടോറിക്ഷയാണ്. കുര്യൻചേട്ടൻ ഓട്ടോറിക്ഷയിൽ തലങ്ങും വിലങ്ങും ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ അനൗൺസ് ചെയ്തുകൊണ്ട് വിഷമദ്യം കഴിച്ചിട്ട് പിറ്റേ ദിവസവുമാണ് ഇതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അദ്ദേഹം ഈ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഇന്നലെയോ മിനിയാന്നോ അതിൻ്റെ തലേന്നോ മദ്യം കഴിച്ചിട്ടുള്ളവർ എല്ലാവരും ഉടനെ ആശുപത്രിയിലേക്ക് പോകണം. പോകുന്നതിന് മുമ്പ് അവർ ചെയ്യേണ്ട കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് നല്ല മദ്യം കുടിക്കണം. ഈതേൽ ആൽക്കഹോൾ സംഘടിപ്പിച്ചു വെച്ചാൽ റമ്മ് സംഘടിപ്പിച്ച് കുറേ ആൾക്ക് കൊടുക്കും. മീതേൽ ആൽക്കഹോളാണ് കഴിച്ചിരുന്നത്. ഈ മീതേൽ ആൽക്കഹോളിനെ നിർവീര്യമാക്കുവാൻ ഈതേൽ ആൽക്കഹോൾ ആണ് ഞങ്ങൾ കൊടുത്ത്. കൃത്യമായിട്ട് പറയാൻ സാധിക്കും, അന്ന് മരണസംഖ്യ കുറക്കുന്നതിലും ഒരുപാട് പേരെ അന്ധതയിൽ നിന്ന് രക്ഷിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ ഈ ഓട്ടോറിക്ഷ അനൗൺസ്മെൻറ്റ്. അപ്പോൾ ഇതെല്ലാം ചെറിയ കാര്യം, നോട്ടീസ് അടിപ്പിക്കൽ, ഈ 30കളിലും 40കളിലും 50കളിലൊക്കെ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യൽ, ഇതെല്ലാം വലിയ ഒരു ഇന്നൊവേഷൻ. ഒരു മനസ്സാക്ഷി അത്രമേൽ തീവ്രത, ആ മനസ്സാക്ഷിയുടെ ചോദന അത്രമേൽ തീവ്രതയോടെ അനുഭവപ്പെടാത്ത ഒരാൾക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുകയില്ല. സർവോദയം കുര്യൻ എന്ന മനുഷ്യനെ അടയാളപ്പെടുത്തുന്ന ചില ഓർമ്മകൾ പ്രശസ്ത സാഹിത്യകാരനായ KL മോഹനവർമ്മ പങ്കുവയ്ക്കുന്നു. 1953-54 വെക്കേഷൻ ഭാരത് സേവ സമാജിൻ്റെ അന്ന് ഗുൽസാൽ നന്ദയുടെ നേതൃത്വത്തിൽ ജവഹർലാൽ നെഹ്റു ഓർഗനൈസ് ചെയ്തിരുന്നതാണ്. അതിൻ്റെ ഒരു ക്യാമ്പ് തീർച്ചപ്പെടുത്തിയിരുന്നു. അവിടെയാണ് അതിൻ്റെ ഒരു ക്യാമ്പ് നേതാവായിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നു. അസൽ ഖദറും ഗാന്ധിയൻ, ഇദ്ദേഹമാണ് ക്യാമ്പ് ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ പേര് കുര്യൻ എന്നാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം കൊച്ചിക്കാരനാണെന്ന് പറഞ്ഞു. അക്കാലത്ത് തിരുവിതാംകൂർ കൊച്ചി ഫോം ചെയ്തിട്ടുള്ളൂ. അന്ന് തിരുവിതാംകൂറുകാർക്കൊക്കെ കൊച്ചിക്കാരെ ഒരു ശകലം പുച്ഛ മാറിയുള്ളവരാണ്. ഇതൊരു കൊച്ചിക്കാരനാണ്. ശരി, എന്നാലും ഞങ്ങൾ സഹിച്ചു. അന്ന് ഞാൻ അവിടെ എനിക്ക് ഒരു നല്ല അഹന്തയുണ്ടായിരുന്നു. ഒന്നാമത് കോമേഴ്സ് പഠിക്കുന്ന അപൂർവം വിദ്യാർത്ഥികളുള്ള ആൾ, പൊതുവെ എല്ലായിടത്തും നല്ല മാർക്കുണ്ടായിരുന്നു. ഞാൻ ക്രിക്കറ്റ് കളിക്കും. പിന്നെ വർമ്മയാണ്, രാജകുടുംബമായിട്ടുള്ള ബന്ധമുണ്ട്, അകന്ന ബന്ധമാണെങ്കിലും ഇതിൻ്റെയൊക്കെ അഹന്ത എൻ്റെ അടുത്ത് നന്നായിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് ഇംഗ്ലീഷൊക്കെ ഒരുമാതിരി പറയാനറിയാം, പഠിക്കാനറിയാം, വായിക്കാനറിയാം, എല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം വൈകിട്ട് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു ദിവസം എക്കണോമിക്സിനെ കുറിച്ചുള്ള ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ നാണയത്തെക്കുറിച്ച്, വില കുറയുന്ന, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ എന്തോ എനിക്ക് കൂടി സഹിച്ചില്ല. ഞാൻ എൻ്റെ
അഹന്ത കാണിക്കാനായിട്ടായിരിക്കണം ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അക്കാലത്ത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF, വേൾഡ് ബാങ്ക് ഒക്കെ വന്ന കാലമാണ് ആദ്യത്തെ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഇരിക്കുന്ന കുട്ടികൾക്ക് ആർക്കും അറിയാൻ പറ്റില്ല. അദ്ദേഹത്തിനും അത്ര പൂർണ്ണമായിട്ട് വിവരമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനാകെ ഒരു പതറിച്ച പോലെ വന്നു. അപ്പോൾ എനിക്കതിൽ സന്തോഷം തോന്നി, ഞാൻ അദ്ദേഹത്തിനെ പതറിച്ചല്ലോ. പക്ഷേ എനിക്ക് വാസ്തവത്തിൽ IMF-നെ കുറിച്ചോ വേൾഡ് ബാങ്കിനെ കുറിച്ചോ ഈ മോണിറ്ററി ട്രാൻസാക്ഷൻസിനെ കുറിച്ചോ ഒരു കുന്തോ അറിഞ്ഞുകൂടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങളുടെ ബസ്സിലെ ഈ നമ്മുടെ എച്ചിൽക്കുഴി അത് വൃത്തിയാക്കണം, അത് വൃത്തിയാക്കാനുള്ള തൊഴിൽ ആരെടുക്കും എന്ന് ചോദിച്ചു. എച്ചിൽക്കുഴി വൃത്തിയാക്കണം എന്ന് തോന്നി. ഞാൻ പറഞ്ഞു സാറ് മാറും, ഞാൻ നന്നായിട്ടല്ല, ഞാൻ നന്നാവുകയല്ലായിരുന്നു അവിടെ. ഞാനും നേരെ എച്ചിൽക്കുഴിയിലേക്ക് ഇറങ്ങി. എന്താ വെച്ചാൽ സാറിനെ തോപ്പിക്കാൻ പാടില്ല, ഇതായിരുന്നു എന്റെ മനസ്സിൽ. ആ വാശിയിൽ ഞാനും എച്ചിൽക്കുഴിയിലേക്ക്, അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു എച്ചിൽക്കുഴിയിൽ ഇറങ്ങുകയും അതിൻ്റെ കൂടെയുള്ള വേറെ 2 സുഹൃത്തുക്കൾ കൂടെ ഇറങ്ങി. ഈ പരിപാടിയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. ഞാൻ ഇദ്ദേഹത്തിനെ തോൽപ്പിച്ചല്ലോ. ജീവിതത്തിന്റെ സമസ്ത മേഖലയിലുള്ളവർക്കും ഒരു അനുഭവമെങ്കിലും പിന്നത്തേക്ക് മാറ്റിവെക്കുവാൻ പലപ്പോഴായി ബാക്കിയാക്കിയിട്ടുണ്ടാകും അദ്ദേഹം. സ്വയം ചെറുതായി വലുതാവുക എന്നതിന് നേർ സാക്ഷ്യമാണ് ഈ ഞാറയ്ക്കൽക്കാരൻ. പിറ്റേ ദിവസം ഇടയ്ക്കൊരു സമയത്ത് ഇദ്ദേഹം എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മോഹൻവർമ്മ ഈ അന്ന് പറഞ്ഞില്ലേ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക്, എനിക്കിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടെ, ഒന്ന് പറഞ്ഞു തരിക എന്തൊക്കെയാണ് അതിൻ്റെ ശരികളെന്ന്. ഫ്ലാറ്റ് എനിക്കൊരു കുന്തം അറിയാൻ പറ്റില്ല ഇതിനെക്കുറിച്ച്. ഇത് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞു, ഇത് കേട്ടിട്ടുണ്ടെന്നുള്ളേ ഉള്ളൂ. കോമേഴ്സിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള നോളജ് അല്ലാതെ ഒന്നുമില്ല. അദ്ദേഹം ഈ ചോദിച്ചപ്പം, വളരെ എളിമയോട് ചോദിച്ചപ്പം, ആ ഒറ്റ നിമിഷത്തിൽ എന്നെക്കൊണ്ട് അവിടെ ഇറക്കുകയും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഏറ്റവും മോശമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ജോലി ചെയ്യിക്കുകയും അതിനുശേഷം ഇതുപോലെ അറിവിന് വേണ്ടി എൻ്റെ അടുത്തേക്ക് വരികയും ചെയ്തപ്പോൾ ഞാൻ സത്യം പറയാണ്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗുരുവിൻ്റെ ഒരു ഉപദേശം അതായിരുന്നു. എന്റെ മാനസികവും സാംസ്കാരികവുമായ എല്ലാ സ്രോതസ്സുകൾക്കും ഒരു വഴി കാട്ടി തന്ന ഒരു മഹാമനുഷ്യൻ എന്ന നിലയിൽ ഞാൻ എന്റെ ഗുരുദക്ഷിണ ഇതുവരെ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാത്തതിൽ ഖേദിക്കുമായിരുന്നു. പക്ഷെ ഞാൻ പ്രസംഗിക്കാൻ കയറിയപ്പോൾ ഞാൻ അവിടെ ഈ കഥ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ വാസ്തവത്തിൽ ഞാനാക്കിയ ഏക ഗുരു, ഏകയാള്. മറ്റൊക്കെ ഒരുപാട് ഞാൻ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ പാണ്ഡിത്യമായിരുന്നു, വിവരമായിരുന്നു, അറിവായിരുന്നു. അതൊക്കെ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും, ഒരു ഗുരുവിൽ നിന്നല്ല വേറൊരു ഗുരുവിൽ നിന്ന് കിട്ടാവുന്നേ ഉള്ളൂ. പക്ഷേ ഗുരുവിൽ നിന്ന് കിട്ടാത്തതാണിത്. ഇത് കിട്ടണമെങ്കിൽ ഞാൻ തന്നെ അതാണ് അദ്ദേഹം ഇവിടെ കാണിച്ചത്. ഞാനവിടെ പറയുകയും സ്റ്റേജിൽ അവിടെ ഇപ്പോഴും എനിക്കൊന്ന് ഞാറയ്ക്കൽ എന്ന അവിടെ സമ്മേളനത്തിൽ ഇരുന്ന കാണികളായിട്ടുള്ളവർക്കറിയാം, അദ്ദേഹം കരഞ്ഞു എഴുന്നേറ്റ് എന്നെ ഒരു കെട്ടിപ്പിടിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ സ്റ്റേജിൽ വെച്ചിട്ട് 10-15 ആൾക്കാരെ ചുറ്റുമുള്ള ഒരു വല്ലാത്തൊരു ഇതുണ്ടായി. അന്ന് മുതൽ ഞാൻ ഈ കഥ പറഞ്ഞു. ശരിക്കും ഞങ്ങൾ വളരെ അടുത്ത ഗുരു ശിഷ്യന്മാരായി. ശ്രീ സർവോദയം കുര്യന് ജന്മനാടിന്റെ ആവേശോജ്വലമായ സ്വീകരണം. അംഗീകാരങ്ങൾക്കായി കാത്തുനിൽക്കാതെ അവിശ്രമം മുന്നോട്ട് കുതിച്ച കർമ്മധീരനെ വൈപ്പിൻകര പൊന്നാട ചാർത്തിയും സ്നേഹാംഗീകാരം നിർലോഭം നൽകി. ഇന്ത്യൻ പ്രസിഡന്റിന്റെ രത്നശിരോമണി അവാർഡ് ഗ്യാനി സെയിൽ സിംഗ് സമ്മാനിച്ചു. അബുദാബി പ്രിയദർശിനി സ്റ്റഡി ഫോറം നൽകിയ പ്രിയദർശിനി അവാർഡ്, കേരള മുഖ്യമന്ത്രിയിൽ നിന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് സോഷ്യൽ വർക്കർ ഗോൾഡ് മെഡൽ, സ്റ്റാലിയൻ ഇന്റർനാഷണൽ അവാർഡ്, റെഡ് ക്രോസ് സൊസൈറ്റി അവാർഡ്, റവന്യൂ മന്ത്രി ശ്രീ KM മാണി നൽകിയ കെയർ ആൻഡ് ഷെയർ അവാർഡ്. അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ, ഞാൻ ദുരാരോപണങ്ങൾ എന്നാണ് പറയുക, ദുരാരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ സഹനങ്ങൾക്ക് അദ്ദേഹം വിധേയനായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരിക്കൽ പോലും അമാന്തപ്പെടുകയോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെക്കുകയോ ചെയ്യുകയോ. ഈ ഞാറക്ക പ്രദേശത്തു നിന്നാണ് പുള്ളി ഏറ്റവും കൂടുതൽ കല്ലെറിയലി സ്വീകരിച്ചിട്ടുള്ളത്. പുള്ളിയെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ പറഞ്ഞിരുന്നേച്ചത് ഭ്രാന്തൻ കുര്യൻ എന്നാണ്.
അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. സോക്രട്ടീസ് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ ആളുകളെയും ഇൻക്ലൂഡിങ് ക്രിസ്റ്റു പ്രവാചകന്മാരെയൊക്കെ പറയണം നമുക്കറിയാം. അതൊരു പ്രശ്നമല്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു റീഅഷ്വറൻസ് വേണമായിരുന്നു, എല്ലാവരും തന്നെ തെറ്റിദ്ധരിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇത്തരം സങ്കടങ്ങൾ വളരെ അടുപ്പക്കാരോട് മാത്രം, അതും നമ്മൾ എന്താണ് ഇന്നൊരു സന്തോഷം കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇന്ന് ഇത്തിരി ക്ഷീണമാണല്ലോ എന്നോ വല്ലതും നമ്മൾ പതുക്കെ അങ്ങോട്ട് പറയുമ്പോൾ നമ്മളോട് അദ്ദേഹം തിരിച്ച് ആ കഥകൾ പറയും. ഇദ്ദേഹം ഈ പൊതുവെ പുറത്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് നടക്കുന്ന ആളാണെങ്കിൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് വലിയൊരു റോള് അതിലുണ്ടായിരുന്നു. ആ റോള് എൻ്റെ കാൽക്കുലേഷനിൽ പറയുകയാണെങ്കിൽ വീടിൻ്റെ അകത്തെ കാര്യങ്ങൾ ഒരു 75% അമ്മ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. 25% കോൺട്രിബ്യൂഷൻ അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ. പുറത്തെ ഈ പേമാരി പെയ്ത്തിനു തിരുത്തലുകൾക്ക് കരുത്തും പിന്തുണയും പകർന്ന് ഒരു കാലത്ത് അമ്മയും പിന്നീട് എന്താണോ ആ ജീവിതം അതിന്റെ പൂർത്തീകരണ നിശ്ചയം നടപ്പിലാവാൻ തടസ്സമില്ലാതെ വ്യാപരിക്കുവാൻ ഒരാൾ കൂടിയുണ്ട്. ഭാഗധേയം നിർവഹിച്ചു പ്രിയ പത്നി. ജൂലൈ 17 കറുത്ത ശനി. ഒരു നാട് മുഴുവൻ 6 അടി നീളത്തിലെ ഒരിടത്തേക്ക് ഒതുങ്ങി നിന്ന് ഉൾവിങ്ങി നിറഞ്ഞു വിതുമ്പുമ്പോൾ, എവിടെയൊക്കെയോ നിരാലംബമാകുന്ന വേബുത പൂണ്ട മിഴികൾ ഉഴറുമ്പോൾ മൗനമായി മുന്നെപ്പോലെയല്ലാതെ യാത്ര തുടരുകയാണ് ഒരാൾ. ഇനിയെങ്കിലും കർമ്മനിരതരാവേണ്ടത് ആരെയും കാത്തു നിൽക്കാതെ നമ്മൾ തന്നെയാണെന്ന് ഓർമ്മിപ്പിച്ച് മനുഷ്യസ്നേഹിയായ ഊഴിയെയും പ്രപഞ്ചത്തെ ആകമാനവും വിശ്വമാനവ കാഴ്ചയോടെ ഉൾക്കൊണ്ട ഒരു മഹാസത്യം, ജീവവായു പോലെ സഹനത്തെ, കരുതലിനെ കൊരുത്തുവെച്ച സൗരദീപ്ത പ്രഭാവം പൂണ്ടൊരാൾ, സർവോദയം കുര്യൻ. ആധുനിക സമൂഹത്തിന് എന്നും വലിയൊരു മാതൃകയാക്കാവുന്ന ഈ മഹാത്മാവിനെ സ്വന്തമായ ഞാറക്കലിന് അഭിമാനിക്കാം. ഈ പാത പിന്തുടർന്ന് അന്നത്തേക്കാൾ വാർത്താവിനിമയ സാധ്യതകൾ ഉൾപ്പെടെ ഏറെ പുരോഗമിച്ച ഇന്ന് ഇതിന്റെ പിന്തുടർച്ചക്കാരായി മാറുമെങ്കിൽ, ഇല്ലെങ്കിൽ കാലം പൊറുക്കാത്ത മനുഷ്യരായി നമുക്ക് കൈരളിയിലെ ഓരോ മനുഷ്യജീവിക്കും സ്വയം തല താഴ്ത്തി ജീവിച്ചു പോകാം. ഓർക്കുക വല്ലപ്പോഴും, ഓർമ്മകൾ ഉണ്ടായിരിക്കണം കൂട്ടരെ. ഓർക്കുവാൻ എന്തെന്തു കൂട്ടമുണ്ടോർക്കണം.